കഥയുടെ തുടക്കത്തിൽ ഒരു മഞ്ഞ പ്രദേശമാണ് കാണിക്കുന്നത്. അവിടെ തന്നെ നമ്മുടെ ഹീറോ ഇരുന്നിട്ട് എന്തോ കുത്തി കുഴിക്കുന്നുണ്ട്. ആ മഞ്ഞൊക്കെ മാറ്റിയിട്ട് അവിടെ ഇരുന്ന് കുഴിക്കുന്നുണ്ട്. അവന്റെ പേര് അലക്സ് എന്നാണ്. എന്തായാലും അലക്സ് അതെല്ലാം കുത്തി കുഴിച്ചതിന് ശേഷം അവിടെ നിന്ന് മാറിപ്പോവാണ്. അവൻ മാറിപ്പോകുന്ന നേരത്ത് അത് സൂം ഔട്ട് ചെയ്ത് കാണിക്കുകയാണ്. അവൻ മറ്റൊന്നല്ല കുത്തി കുഴിച്ചത്, SOS എന്നാണ്. അതായത് ആരെങ്കിലും ആകാശത്തൂടെ പറന്നു പോകുന്ന നേരത്ത് താഴെ SOS എന്ന് കണ്ടാല് സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നതാണ്. അതിനർത്ഥം അലക്സ് ഇവിടെ കുടുങ്ങി കിടക്കുകയാണ്. ആരെങ്കിലും പ്ലെയിനിൽ പോകുന്ന നേരത്ത് ഈ SOS കണ്ടിട്ട് അലക്സിനെ രക്ഷിക്കും. ഇതുവരെ ആരും വന്നിട്ടില്ല. എന്തായാലും അലക്സ് അവിടെ നിന്ന് നടന്ന് മാറിപ്പോയിട്ട് അവന്റെ തകർന്നു കിടക്കുന്ന പ്ലെയിനിൽ വരികയാണ്. അലക്സിന്റെ വിമാനം പന്നലായിട്ട് അവൻ ഇവിടെ വന്ന് പെട്ടുപോയതാണ്. പിന്നീട് അവനാണെങ്കിൽ അവൻ കുറച്ച് ചൂണ്ട അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് നോക്കുകയാണ് വല്ല മീനും കുരുങ്ങിയിട്ടുണ്ടോന്ന്. എന്നാൽ ഒരു ചൂണ്ടയിൽ ചെന്ന് നോക്കുമ്പോൾ അതിനകത്ത് മീനൊന്നും കുടുങ്ങിയിട്ടില്ല. പെട്ടെന്നായിരിക്കും ശബ്ദം കേൾക്കുന്നത്. അവൻ ആ ചൂണ്ടയിൽ തന്നെ കുറെ പാട്ടകൾ തൂക്കിയിട്ടിട്ടുണ്ട്. അതായത് തമ്മി തമ്മി തട്ടിയിട്ട് ശബ്ദം കേൾക്കുന്ന കുറച്ച് വസ്തുക്കൾ. അപ്പൊ രണ്ടാമത്തെ ചൂണ്ടയിൽ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്. അവൻ ചെന്ന് നോക്കുമ്പോൾ അതിൽ മീൻ കുടുങ്ങിയിട്ടുണ്ട്. അവൻ പതിയെ പതിയെ അതിനെ വലിച്ചെടുക്കുകയാണ്. എടുത്ത് നോക്കുമ്പോൾ ഒരു മീനാണ്. ആ മീനെ എടുത്ത് അവനൊരു പെട്ടിയിൽ ഇടുന്നുണ്ട്. ആ പെട്ടിയിൽ തന്നെ കുറച്ചധികം മീനുണ്ട്. ആ പെട്ടിക്കുള്ളിൽ മഞ്ഞൊക്കെ ഇട്ടിട്ടാണ്, അതായത് ആ ഒരു സ്നോയൊക്കെ ഇല്ലേ അതൊക്കെ വാരി ഇട്ടിട്ട് ആ ഒരു പെട്ടിക്കകത്ത് മീൻ വെച്ചിട്ട് അത് അടച്ച് മഞ്ഞിൽ കുഴിച്ചിടും. അപ്പൊ ആ മീൻ കേടായി പോകത്തില്ല. ഏതായാലും കുറച്ച് ദിവസത്തേക്കുള്ള മീനുണ്ട്. അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവൻ അവന്റെ പ്ലെയിനിൽ തിരിച്ചു വരുന്നുണ്ട്. വന്ന വഴിക്ക് തന്നെ ഒരു മീനും എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ആ മീൻ എടുത്തോണ്ട് വന്നിട്ട് അവൻ പച്ചയ്ക്ക് വെട്ടി വെട്ടി തിന്നെയാണ്. സ്റ്റവോ അല്ലെങ്കിൽ ചൂടാക്കാൻ പറ്റുന്ന ഒരു ഉപകരണങ്ങളും അവന്റെ ഇല്ല. അപ്പൊ പച്ചയ്ക്ക് തിന്നാൻ മാത്രമേ ഉള്ളൂ വഴി. അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ കഴിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ അവന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പുറത്തോട്ട് നടന്നു പോകും. അവന്റെ കയ്യിൽ തന്നെ എന്തോ ഒരു സാധനമുണ്ട്. അതൊരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ്. അത് ഓൺ ആക്കിയാൽ തൊട്ടടുത്ത് വല്ല റഡാറും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതായത് വിമാനങ്ങളൊക്കെ പറന്നു പോകുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ അലക്സ് ആണെങ്കിൽ അത് എടുത്തോണ്ട് വന്നിട്ട് ഒരു സൈഡിൽ വെക്കുന്നുണ്ട്. അതിങ്ങനെ കറക്കാണ്. കറക്കുന്ന നേരത്ത് അതിലൂടെ കറണ്ട് പാസ് ചെയ്യും. അല്ലാതെ അത് എപ്പോഴും ഓൺ ആക്കി വെക്കാനൊന്നും പറ്റത്തില്ല. എന്തായാലും കുറെ നേരം കറക്കിയിട്ടും ഒരു റഡാറും അടുത്തൊന്നുമില്ല. അതിനർത്ഥം വിമാനങ്ങളൊന്നും അടുത്തൂടെ പറന്നു പോകുന്നില്ല. അങ്ങനെ കുറെ നേരം കടന്നു പോകുന്നുണ്ട്. രാത്രി സമയമാകുമ്പോൾ അവനാണെങ്കിൽ ആ ഒരു കറക്കലൊക്കെ നിർത്തിയിട്ട് ഒരു സൈഡിൽ വന്ന് നോക്കുന്നുണ്ട്. അവൻ അവിടെ നിന്ന് നോക്കുമ്പോൾ ചുറ്റുഭാഗത്ത് ഫുള്ള് മഞ്ഞാണ്. എങ്ങോട്ട് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റത്തില്ല. എങ്ങോട്ട് പോയാലാണോ ആൾക്കാരുള്ളതെന്ന് അവൻ അറിയാനായിട്ട് പറ്റത്തില്ല. ഇതൊരു മഞ്ഞ് മരുഭൂമിയാണ്. പിന്നീട് അവൻ പ്ലെയിനിൽ വന്നിട്ട് ആ പ്ലെയിനിൽ തന്നെ കിടന്നുറങ്ങാണ്. അന്നത്തെ ദിവസം കടന്നു പോകുന്നുണ്ട്. പിറ്റേന്ന് തന്നെ രാവിലെ എണീറ്റിട്ട് അവൻ വീണ്ടും SOS പോയി തോണ്ടി വെക്കുകയാണ്. കാരണം മഞ്ഞ് വീഴുമ്പോൾ അത് മഞ്ഞ് വീണിട്ട് അടഞ്ഞടഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ അത് വീണ്ടും കുഴിക്കുകയാണ്. ഇതിനുശേഷം അവൻ പ്ലെയിനിന്റെ അടുത്ത് വീണ്ടും വരുമ്പോൾ അവൻ സൂക്ഷിച്ചു വെച്ച ഒരു പെട്ടി മീനില്ലേ, ആ പെട്ടി മീൻ ആരോ എടുത്തോണ്ട് പോയിട്ടുണ്ട്. അവൻ ഇത് ആരാണെന്ന് അറിയാനായിട്ട് അടുത്തോട്ട് ചെന്ന് നോക്കുമ്പോൾ അവിടെയായിട്ട് വലിയൊരു കരടിയുടെ, അതായത് ഈ പോളാർ ബിയർ ഇല്ലേ അതിന്റെ കാൽപ്പാട് അവൻ കാണുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ചിട്ട് അവൻ എത്രയും പെട്ടെന്ന് തന്നെ ഓടി വിമാനത്തിൽ വരികയാണ്. വിമാനത്തിന്റെ ഡോർ അടച്ച് അതിന്റെ അകത്ത് ഇരിക്കുകയാണ്. ഈ കരടിയായിട്ട് അവന് പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല. ഒരു മനുഷ്യനും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല. അത് ആക്രമിച്ച് കൊന്നുകളയും. അതുകൊണ്ടാണ് അവൻ പേടിച്ച് ഓടി പ്ലെയിനിൽ വന്നിരിക്കുന്നത്. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഇതുവരെ കരടിയൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന്റെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എടുത്തിട്ട് അവൻ ഒരു സ്ഥലത്ത് പോയിരിക്കുന്നുണ്ട്. അതിങ്ങനെ ഇരുന്ന് കറക്കാണ്, ആരെങ്കിലും അടുത്തുണ്ടോ എന്ന് അറിയാനായിട്ട്. റഡാർ ഡിവൈസ് ഉണ്ടെങ്കിൽ അതിൽ കാണിക്കും, ശബ്ദം കേൾക്കും. അത് അവന് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ അങ്ങനെ ഒരു റഡാർ ഡിവൈസ് ഒന്നും അവിടെയൊന്നും ഇല്ല. എന്തായാലും അത് കറക്കി ഒരുപാടധികം സമയം പോകുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് താഴോട്ട് നോക്കാണ്. താഴോട്ട് നോക്കുമ്പോൾ വലിയൊരു കരടിയാണെങ്കിൽ അതുവഴി നടന്നു പോകുന്നുണ്ട്. വെള്ളക്കരടിയില്ലേ, ആ കരടി തന്നെ. പക്ഷേ ആ കരടി ഒരുപാടധികം ദൂരത്താണ്. ആ കരടി അവനെ കണ്ടിട്ടുമില്ല, അവനെ ആക്രമിക്കാനായിട്ട് വരുന്നതുമില്ല. അലക്സ് ആയിട്ട് അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കുന്നുമില്ല. അന്നത്തെ രാത്രി അവൻ വീണ്ടും പ്ലെയിനിൽ വന്ന് കിടന്നുറങ്ങാണ്. പിറ്റേ ദിവസം ആകുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എടുത്തിട്ട് വീണ്ടും പുറത്തു വന്നിരുന്നത് കറക്കാനായിട്ട് തുടങ്ങും. അത് കറക്കിയാൽ മാത്രമേ അതിലൂടെ കറണ്ട് പാസ്സായിട്ട് റഡാർ ഡിവൈസ് ഉണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് വിമാനങ്ങൾ അടുത്തൂടെ പറന്നു പോയാൽ അറിയത്തുള്ളൂ. എന്തായാലും ഇപ്രാവശ്യം അവ അതിരുന്ന് കറക്കുമ്പോൾ നല്ല രീതിയിൽ മഞ്ഞ് പെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കാറ്റും അടിക്കുന്നുണ്ട്. അങ്ങനെ കുറെ നേരം കറക്കിയിട്ടും യാതൊരു റെസ്പോൺസും ഇല്ല, ഒരു ശബ്ദം കേൾക്കുന്നില്ല. അവനാകെ വിഷമിച്ച് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും അതിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. അതിനർത്ഥം എയ്റോപ്ലെയിനോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററോ എന്തോ ഇവിടെ അടുത്തവിടെ ഉണ്ട്. അവൻ അപ്പോഴാണ് പ്രതീക്ഷ വരുന്നത്. അവ എണീച്ച് സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു ഹെലികോപ്റ്റർ അതുവഴി പോകുന്നുണ്ട്. പക്ഷേ അത് ഒരുപാട് ദൂരെയാണ്, അവനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അലക്സിന്റെ ഒരു ഫ്ലെയർ ഉണ്ടായിരുന്നു. അതെപ്പോഴും അവൻ കൂടെ കൊണ്ട് നടക്കും. ആരെങ്കിലും മുകളിലൂടെ പറന്നു പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് ഫ്ലെയർ കത്തിക്കാമല്ലോ. അത് അവന്റെ കോട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് അവൻ കത്തിക്കും. അത് കത്തിച്ചിട്ട് അവനിങ്ങനെ വലിച്ചെറിഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. ആ നേരം ആ ഹെലികോപ്റ്ററിലുള്ള ആൾക്കാർ അവനെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററിലുള്ള ആൾക്കാർ അവന്റെ അടുത്തോട്ട് വരും. അത് ഹെലികോപ്റ്ററും കൊണ്ടാണ് വരുന്നത് കേട്ടോ. ആ നേരെയെല്ലാം നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്, അതുപോലെ മഞ്ഞും പെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത് കാണുന്ന അലക്സിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാലോ. ആ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോഴായിരിക്കും ഈ കാറ്റ് കാരണം ഹെലികോപ്റ്ററിന് കൺട്രോൾ കിട്ടത്തില്ല. അതിന് ടർബുലൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ കൺട്രോൾ കിട്ടാതായ എന്താ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞിട്ട് അവസാനം ചെന്ന് ഇടിച്ചിറങ്ങി ആ ഹെലികോപ്റ്റർ നശിച്ചു പോവാണ്. അതിൽ നിന്ന് തീയും പുകയൊക്കെ വരുന്നുണ്ട്. ഇത് കാണുന്ന അലക്സ് ആകെ തകർന്നു പോകും. കുറച്ചു നേരം അവൻ ചിന്തിച്ച് നിന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ ഹെലികോപ്റ്റർ
ഹെലികോപ്റ്റർ നേരെ ഓടിച്ചെല്ലുകയാണ്. അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കണമല്ലോ. അങ്ങനെ ഹെലികോപ്റ്ററിന്റെ നേരെ ഓടിച്ചെന്ന് ഹെലികോപ്റ്ററിന്റെ അടുത്ത് എത്തിയിട്ട് അത് തുറക്കാണ്. തുറന്നു നോക്കുമ്പോൾ അതിൽ 2 മനുഷ്യരുണ്ട്. ഒരാളുടെ തലയെല്ലാം കൂടി ഇടിച്ച് ചോരയെല്ലാം ഒരുപാട് പോയിട്ട് അങ്ങേര് മരണപ്പെട്ടു പോയി. പക്ഷെ അതിനുള്ളിൽ വേറൊരാളൂടെ ഉണ്ട്. അലക്സ് എന്താ ചെയ്യുന്നത്? ഈ മരണപ്പെട്ട് കിടക്കുന്ന ആളെ എടുത്ത് പുറത്തിട്ടിട്ട് അവൻ ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ കയറാണ്. അകത്ത് കയറി നോക്കുമ്പോൾ അതൊരു പെൺകുട്ടിയാണ് കേട്ടോ. അതുമല്ല, അലക്സ് നോക്കുമ്പോൾ അവളുടെ വയറ്റിലായിട്ട് വലിയൊരു മുറിവുണ്ട്. അതിൽ നിന്ന് ചോരയും പോകുന്നുണ്ട്. അവൻ ആ പെൺകുട്ടിനെ വിളിച്ചുണർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് എയ്ഡ് എവിടെയാണെന്ന് അവൻ അറിയത്തില്ല. എന്നാലും ആ പെൺകുട്ടിക്ക് ബോധമൊന്നുമില്ല. അലക്സ് അതുകൊണ്ട് തന്നെ ആ ഹെലികോപ്റ്ററിൽ എവിടെയൊക്കെ തപ്പി ഫസ്റ്റ് എയ്ഡ് കണ്ടുപിടിക്കുകയാണ്. അതിൽ നിന്ന് ആ മുറിവിനെ ചികിത്സിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഒരു സ്റ്റാപ്ലെയർ ഉണ്ട്, അതുപോലെ തന്നെ മരുന്ന്, പിന്നെ വെച്ച് കെട്ടാനായിട്ടുള്ള തുണി. ഇതെല്ലാം കൂടി എടുത്തിട്ട് ആ മുറിവ് വെച്ച് കെട്ടാണ്. സ്റ്റാപ്ലെയർ ഒക്കെ അടിച്ചിട്ടാണ് രക്തം പോവാതാക്കുന്നത്. എന്നാൽ രക്തം പോകുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്ന് നല്ല രീതിയിൽ മഞ്ഞ് കാറ്റടിക്കുന്നുണ്ട്. അകത്തോട്ട് മഞ്ഞ് കയറിയാൽ ഇവർ അധികം നേരമൊന്നും പോകത്തില്ല. അതുകൊണ്ട് തന്നെ അലക്സ് ആ ഹെലികോപ്റ്ററിന്റെ ഡോറങ്ങ് അടയ്ക്കാണ്. അവൻ നേരത്തെ വലിച്ചിട്ട മനുഷ്യൻ പുറത്ത് കിടക്കാണ്. അയാൾ ആദ്യമേ തന്നെ മരണപ്പെട്ടു പോയി. ആ ആക്സിഡന്റ് കാരണം മരണപ്പെട്ടു പോയതാണ്. എന്നിട്ട് അന്ന് രാത്രി, അതായത് ആ മഞ്ഞ് പോകുന്നത് വരെ അലക്സും ആ പെൺകുട്ടി ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. എന്തായാലും നേരം വിളിക്കുമ്പോൾ അവനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. അവ എണീറ്റുടനെ ഹെലികോപ്റ്ററിന്റെ ഉള്ളിലെല്ലാം പരതി നോക്കാണ്. പരതി നോക്കുമ്പോൾ അതിൽ നിന്നൊരു മാപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്കെച്ച് പേന കിട്ടുന്നുണ്ട്. പിന്നെ കഴിക്കാനായിട്ട് ഒരു നൂഡിൽസ് കിട്ടുന്നുണ്ട്. ഇവൻ ഒരുപാട് നാളായില്ലേ നൂഡിൽസ് ഒക്കെ കഴിച്ചിട്ട്. വെറും മീൻ മാത്രമല്ലേ കഴിക്കുന്നത്. ഇപ്പൊ ഇത് കണ്ട് ഒരുപാട് സന്തോഷമായിട്ട് അവൻ ആർത്തിയോടെ പച്ചയ്ക്ക് നൂഡിൽസ് കഴിക്കുകയാണ്. ചൂടാക്കി കഴിക്കാനൊന്നും പറ്റത്തില്ല, കാരണം അവന്റെ ഗ്യാസോ സ്റ്റവോ അങ്ങനെ ഒന്നുമില്ല. എന്തായാലും അലക്സ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തോട്ടിറങ്ങി വരികയാണ്. ഈ ഹെലികോപ്റ്റർ തലകുത്തനെയാണ് കിടക്കുന്നത് കേട്ടോ. എന്തായാലും അലക്സ് ആ പെൺകുട്ടിയെ കൂടെ എങ്ങനെയൊക്കെ പുറത്തിറക്കുന്നുണ്ട്. അവൾക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. എന്നിട്ട് ആ ഹെലികോപ്റ്ററിന്റെ ഡോറ് വലിച്ചിളക്കിയിട്ട് അവൾ ആ ഡോറിന്റെ മുകളിൽ കിടത്തുകയാണ്. എന്നിട്ട് അവൾ ആ ഡോറിൽ കെട്ടിവെക്കുന്നുണ്ട്. എന്നിട്ട് അലക്സ് അവളെയും വലിച്ചുകൊണ്ട് പോവുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇവർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ആ പ്ലെയിനിന്റെ അടുത്ത് പോകണം. അവിടെയാണ് മീനും അതുപോലെ തന്നെ ബാക്കിയുള്ള ഭക്ഷണമൊക്കെ ഉള്ളത്. പിന്നെ ഈ ഹെലികോപ്റ്ററിന്റെ അകം അത്ര സേഫ് ഒന്നുമല്ല. പ്ലെയിനിന്റെ അകത്താണെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആണ്. കരടിയൊന്നും ഒന്നും ആക്രമിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അലക്സ് അവളെയും വലിച്ചെടുത്ത് പ്ലെയിനിൽ വരികയാണ്. പ്ലെയിനിൽ വന്നാൽ മാത്രം പോരല്ലോ, അവളെ എടുത്ത് ബെഡിൽ കിടത്തണ്ടേ. ഈ ബെഡിൽ കിടത്തുന്ന നേരത്ത് അവൻ അവളെ കെട്ടിപ്പിടിച്ചിട്ടാണ് എടുത്ത് കിടത്തുന്നത്. കുറെ നാളായല്ലോ മനുഷ്യരെയൊക്കെ കണ്ടിട്ട്. ഇവൻ കുറെ ദിവസമായിട്ട് ഇവിടെ വന്ന് പെട്ട് കിടക്കാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു നേരം ആ പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചിരുന്നതിന് ശേഷമാണ് അവളെ കിടത്തുന്നത്. അവളെ കിടത്തുമ്പോൾ അവൾക്ക് ചെറിയ രീതിയിൽ ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ അവളോട് അവന്റെ കയ്യിൽ പിടിച്ച് അമർത്താനായിട്ട് പറയുന്നുണ്ട്. ചിലപ്പോൾ രക്തയോട്ടം വരാനായിട്ടായിരിക്കണം അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് പറ്റുന്നത് പോലെ അലക്സിന്റെ കൈ പിടിച്ച് അമർത്തുകയാണ്. എന്നിട്ട് അവൾ അവളുടെ ചെറിയ ബോധത്തിൽ അലക്സിനോട് ചോദിക്കും, എന്റെ കൂടെ വന്ന പയ്യൻ എന്താണ് പറ്റിയത്, അല്ലെങ്കിൽ ആ പൈലറ്റിന് എന്താണ് പറ്റിയതെന്ന്. അലക്സ് ഒരുപാട് വിഷമിച്ചിട്ട് അവളോട് കാര്യം പറയും. അവനെ കൊണ്ട് ആ പൈലറ്റിനെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റിയില്ല എന്ന്. എന്തായാലും അവൾക്കത് മനസ്സിലാക്കാനുള്ള വലിയ ബോധമൊന്നുമില്ല. അലക്സ് വിഷമിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. തിരിച്ച് ഹെലികോപ്റ്ററിന്റെ അടുത്ത് വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, അവൻ ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു കോടാലി പോലത്തെ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് കുറച്ചധികം ഉപയോഗങ്ങളുണ്ട്. ഇപ്പൊ അവനാണെങ്കിൽ ആ ഹെലികോപ്റ്ററിന്റെ അടുത്ത് വന്നിട്ട് അവിടെ തന്നെ ആ പൈലറ്റ് മരണപ്പെട്ട് കിടപ്പില്ലേ, അവന്റെ ദേഹത്തുള്ള കോട്ടൊക്കെ ഊരിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടെ കുഴിച്ചിട്ടതിന് ശേഷം അവിടെ കുറച്ച് കല്ലൊക്കെ പറക്കി വെക്കുകയാണ്. അവനെ രക്ഷിക്കാൻ അലക്സിനെ കൊണ്ട് പറ്റിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനോട് ക്ഷമ പറയുന്നുണ്ട്. പിന്നീട് ഹെലികോപ്റ്ററിനുള്ളിൽ കയറി പരിശോധിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ നിന്ന് ഒരു ലൈറ്ററും അതുപോലെ തന്നെ ഒരു ഗ്യാസ് കുറ്റിയും കിട്ടുന്നുണ്ട്. കുറച്ചൊക്കെ ഭക്ഷണം വേവിക്കാനായിട്ട് സാധിക്കും അത് വെച്ചിട്ട്. പക്ഷെ ഒരുപാട് നാളൊന്നും പോകത്തില്ല. എന്തായാലും അതൊക്കെ എടുത്ത് അവൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ ഹെലികോപ്റ്ററിന്റെ ബാക്കിൽ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ സാധനം വെക്കുന്ന ഒരു സ്പേസ്. അത് ചെന്ന് അവൻ തുറന്ന് നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു ചെറിയ വണ്ടിയുണ്ട്. അതായത് ഈ വലിച്ചോണ്ട് പോകുന്ന ഒരു സ്ലൈഡറില്ലേ, അതുണ്ട്. ഇത് കാണുമ്പോൾ അവന് സന്തോഷവും അതുപോലെ തന്നെ ചെറിയൊരു നിരാശയും വരുന്നുണ്ട്. ഇതുണ്ടായിട്ടല്ലേ നേരത്തെ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഹെലികോപ്റ്ററിന്റെ ഡോറിൽ ആ ഒരു പെൺകുട്ടീനെ വലിച്ചോണ്ട് പോയത്. എന്തായാലും അവൻ സന്തോഷപ്പെട്ടിട്ട് ആ ഒരു സാധനം എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് ഇവിടെ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വലിച്ചോണ്ട് പോവാണ്. ഈ ഒരു തണുപ്പത്ത് അല്ലെങ്കിൽ ഇവിടെ പെട്ട് കിടക്കുമ്പോൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ അവൻ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണം എന്നുള്ള ഒരു പ്രതീക്ഷ വരുന്നുണ്ട് അവന്. പിന്നെ അവൻ ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു ഫോട്ടോ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ആ പൈലറ്റ് മറ്റാരുമല്ല, ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ആണ്. പിന്നെ അവർക്കൊരു മോനോ മോളോ മറ്റോ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് മോനോ മോളോ ഇല്ല. ഈ പൈലറ്റും അവന്റെ ഭാര്യയും കൂടെ വന്നതാണ്. ഭാര്യ രക്ഷപ്പെട്ടു, പൈലറ്റ് മരണപ്പെട്ടു പോയി. എന്തായാലും ഇപ്പൊ അലക്സ് ആണെങ്കിൽ പ്ലെയിനിൽ തിരിച്ചു വരുന്നുണ്ട്. അവൻ പ്ലെയിനിൽ കയറിയതിനു ശേഷം ആ ഒരു ഫാമിലി ഫോട്ടോ ഇല്ലേ, അത് പ്ലെയിനിൽ വെക്കുന്നുണ്ട്. അവളുടെ തൊട്ടടുത്തായിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ അവളുടെ ഡ്രസ്സ് മാറ്റിയതിനു ശേഷം അവളുടെ മുറിവ് പരിശോധിക്കുകയാണ്. പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഉണങ്ങിയിട്ടൊന്നുമില്ല, അത് കുറഞ്ഞിട്ടില്ല, പക്ഷെ രക്തം പോകുന്നത് നിന്നിട്ടുണ്ട്. ഇപ്പൊ അവനാണെങ്കിൽ അവിടെ നിന്നൊരു മരുന്ന് എടുത്തിട്ട് അതിനകത്ത് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് വീണ്ടും തുണി വെച്ച് പൊത്തി പിടിക്കുകയാണ്. പിന്നീട് അവനാണെങ്കിൽ കിട്ടിയ ആ ഒരു സ്റ്റൗ ഇല്ലേ, അത് ലൈറ്റർ ഉപയോഗിച്ച് കത്തിക്കുന്നുണ്ട്. കുറെ നാൾക്ക് ശേഷമാണ് അവനൊന്ന് ചൂട് അനുഭവിക്കുന്നത്. ഇപ്പൊ അവനാണെങ്കിൽ കൈയൊക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്, ആ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നീട് അവനാണെങ്കിൽ ആ മാപ്പ് എടുക്കുന്നുണ്ട്. ആ മാപ്പിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള വഴി അന്വേഷിക്കുന്നുണ്ട്.
കുറച്ചധികം നടക്കുവാണെങ്കിൽ ഒരു പട്ടാള ക്യാമ്പ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ കുറച്ചധികം കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ്. അപ്പൊ അവിടെ പോവാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. എന്നാൽ അതുവരെ നടന്നു പോണ്ടേ, ഈ തണുപ്പത്ത് എങ്ങനെ നടന്നു പോകും, അതൊന്നും അലക്സിന് അറിയത്തില്ല. എന്തായാലും ഇത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും പുറത്ത് വീണ്ടും ശബ്ദം കേൾക്കുന്നത്. അതായത് മീൻ കുടുങ്ങിയെന്ന് അറിയാനായിട്ട് അവനൊരു ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടില്ലേ, അതിനകത്ത് കുറെ സാധനങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടില്ലേ, അത് തമ്മിൽ കിടന്ന് അടിക്കാൻ തുടങ്ങിയിട്ടാണ് ശബ്ദം കേൾക്കുന്നത്. അതിനർത്ഥം ഏതോ മീൻ കുടുങ്ങിയിട്ടുണ്ടെന്നാണ്. എത്രയും പെട്ടെന്ന് തന്നെ അലക്സ് പുറത്തോട്ടിറങ്ങി ആ ഒരു ട്രാപ്പിൽ ചെന്ന് നോക്കുകയാണ്. അതിൽ നിന്ന് അവൻ ഇതുവരെ കിട്ടാത്ത വലിയൊരു മീനെ കിട്ടുകയാണ്. അവൻ അതിനെ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മീനെ കിട്ടിയത്. ആ ഒരു മീനെ കയ്യിലെടുത്ത് വെച്ചിട്ട് അവൻ അലറി വിളിക്കുന്നുണ്ട്. പിന്നീട് ആ മീനെ എടുത്തിട്ട് അവൻ പ്ലെയിനിൽ വരികയാണ്. അതിനെ വെട്ടി മുറിച്ച് പീസാക്കി ആ നൂഡിൽസ് ഇട്ട് വേവിക്കുന്നുണ്ട്. നൂഡിൽസ് പ്ലസ് മീനാണ്. എന്നിട്ട് നൂഡിൽസ് ഒക്കെ വേവിച്ചിട്ട് കുറച്ച് ആ പെൺകുട്ടിക്കും കൊടുക്കുന്നുണ്ട്. അവൾക്ക് അത്രയ്ക്കധികം ബോധമൊന്നുമില്ല, എന്നാലും അവൻ വെള്ളവും അതുപോലെ തന്നെ ഫുഡും കൊടുക്കുന്നുണ്ട്. അവൾ മരണപ്പെട്ടു പോകാനായിട്ട് പാടില്ലല്ലോ. പിന്നീട് അവനും ആ ഒരു നൂഡിൽസ് ആസ്വദിച്ച് കഴിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോകുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ അവൻ ആ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഒക്കെ എടുത്തിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്ന് അത് വർക്കാക്കാൻ പറ്റുമോ നോക്കുകയാണ്. അത് വർക്കായിട്ടും തൊട്ടടുത്തൊന്നും എയറോപ്ലെയിനോ ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ ആരുമില്ല. അവൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നിരാശ അവനുണ്ട്. പിന്നീട് അവനാണെങ്കിൽ പ്ലെയിനിൽ തിരിച്ചു വരുന്നുണ്ട്. അവളുടെ മുറിവ് വീണ്ടും ശുശ്രൂഷിക്കുകയാണ്. മരുന്ന് വെച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാപ്പ് എടുത്തിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനുള്ള പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഏത് വഴി പോയാൽ ആ പട്ടാള ക്യാമ്പിൽ എത്താന്നുള്ള വഴി അവൻ കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നീട് അവനാണെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അതായത് അവൻ പ്ലെയിനിൽ കയറിയിട്ട് അവനൊരു പേപ്പറിൽ എഴുതുന്നുണ്ട്, ഇനിയിപ്പോൾ ആരെങ്കിലും ഈ പ്ലെയിൻ കണ്ടിട്ട് താഴോട്ട് വരുവാണെങ്കിൽ ഇവർ ആ പട്ടാള ക്യാമ്പിലോട്ട് പോയെന്ന് അവിടെ ഒരു ലെറ്ററിൽ എഴുതി വെക്കുന്നുണ്ട്. അതുപോലെ ആ പെൺകുട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് അവനൊരു വണ്ടി കിട്ടിയില്ലായിരുന്നോ, അതിൽ കിടത്തുന്നുണ്ട്. പിന്നെ അവൻ സൂക്ഷിച്ചു വെച്ചിരുന്ന മീൻ, പിന്നെ കുറച്ച് വെള്ളം, ലൈറ്റർ, സ്റ്റവ്, അതൊക്കെ അവൻ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ആ വണ്ടിയിൽ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് അവൻ ആ പെൺകുട്ടിയും വലിച്ചു കൊണ്ടുപോവാണ്. അവൻ ഒരുപാടധികം കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ അവളെ കൂടെ അവൻ ചുമക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും അവനാണെങ്കിൽ പോണേന് മുമ്പ് ആ ഒരു ഹെലികോപ്റ്ററിലും അതുപോലെ തന്നെ പ്ലെയിനിലും എഴുതി വെക്കുന്നുണ്ട് ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന്. അങ്ങനെ അന്നത്തെ ദിവസം ഇവർ യാത്ര ചെയ്യാണ്. ഒരുപാടധികം നടക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല. ചെറുതായിട്ട് അവൾ കണ്ണു തുറക്കും, വീണ്ടും അടയ്ക്കും. അവൾക്കൊട്ടും വയ്യ. എന്തായാലും ആ പെൺകുട്ടിയും കൊണ്ട് അലക്സ് അങ്ങനെ നടന്നു പോവാണ്. ആ തണുപ്പത്തോടെ അങ്ങനെ നടന്നു പോവാണ്. നടന്ന് രാത്രിയാവുന്നുണ്ട്. പക്ഷെ ഇതുവരെ അവർ ആ സ്ഥലത്തെത്തിയിട്ടില്ല. ഇനിയും ഒരുപാട് ദിവസം യാത്ര ചെയ്താൽ മാത്രമേ അവർക്ക് അവിടെ എത്താനായിട്ട് പറ്റൂ. ഇപ്പൊ അവർക്ക് എവിടെയെങ്കിലും കയറി ഇരിക്കണമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികൾ വന്ന് ആക്രമിക്കും, അല്ലെങ്കിൽ തണുപ്പിൽ പെട്ട് അവർ മരണപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ അലക്സ് ആണെങ്കിൽ അവൻ്റെ ചെറിയൊരു മൺമട്ടി പോലത്തെ ഒരു ആയുധമുണ്ട്. അതെടുത്തിട്ട് ആ മഞ്ഞ് കുഴിക്കാനായിട്ട് തുടങ്ങും. ഒരു ഇഗ്ലു പോലെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ചെറിയൊരു കുടില് പോലെ, അത്ര വലുതൊന്നുമല്ല, ചെറുതായിട്ട് കുഴിച്ച് മണ്ണിന്റെ അടിയിൽ കയറിയിരിക്കാൻ പറ്റുന്ന ചെറിയൊരു കുടില്. എന്നിട്ട് ആ പെൺകുട്ടിയും കൊണ്ട് അവന്റെ സാധനങ്ങളും എടുത്തിട്ട് അവൻ അതിനുള്ളിൽ കയറിയിരിക്കുകയാണ്. അതുമാത്രമല്ല അവൻ അവൾക്ക് വെള്ളവും അതുപോലെ തന്നെ കഴിക്കാനായിട്ട് ഫുഡും കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആവുന്ന നേരത്ത് അലക്സ് വീണ്ടും അവന്റെ സാധനങ്ങളും അതുപോലെ തന്നെ അവളെയും വലിച്ചുകൊണ്ട് അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ നടന്ന് കുറച്ചധികം ദൂരം പോകുന്നുണ്ട്. നല്ല രീതിയിൽ കാറ്റും അടിക്കുന്നുണ്ട്. ഇപ്പോൾ അതും മഞ്ഞ് കാറ്റാണ്. പക്ഷെ അവൻ എങ്ങനെയൊക്കെയോ അവളെയും വലിച്ചുകൊണ്ട് പോവാണ്. പോകുന്ന വഴിക്ക് അവനൊരു കൊടി കാണുന്നുണ്ട്. ഈ കൊടി എന്താണെന്ന് മനസ്സിലായോ? അവൻ ഇവിടെ പെട്ട സമയത്ത് ഇവിടെ അവൻ കൊടി കൊണ്ടുവന്ന് കുത്തിയായിരുന്നു. എന്നിട്ട് അതിന്റെ അടിയിൽ ഒരു പെട്ടി കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആ പെട്ടി ഇപ്പൊ അവൻ തോണ്ടിയെടുക്കുകയാണ്. ആ പെട്ടി തുറന്നു നോക്കുമ്പോൾ അവന്റെ പാസ്പോർട്ട് തന്നെയാണ്. അവൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഇത്രയും ദൂരം വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവന്റെ കയ്യിൽ മാപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവൻ അറിയത്തില്ല. ചിലപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഈ ഒരു കൊടി കണ്ടിട്ട് അവനെ രക്ഷപ്പെടുത്തിയാലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ എഴുതി വെച്ചതാണ്. ഇപ്പൊ ഇത് കാണുമ്പോൾ അവന് നല്ല ദേഷ്യമാവുന്നുണ്ട്. ഇതുവരെ ആരും രക്ഷിക്കാനായിട്ട് വന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആ കൊടിയൊക്കെ വലിച്ചൂരി കളയാണ് അവൻ. എന്നിട്ട് വീണ്ടും അവൻ ആ പെൺകുട്ടിയും കൊണ്ട് അവിടെ നിന്ന് യാത്ര തിരിക്കും. അങ്ങനെ അവൻ നടന്ന് ഒരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ വേറൊരു പ്രശ്നം. അതായത് ഒരു ചെറിയ മല പോലാണ് ഒരു പൊക്കപ്പുറം. എന്നാൽ അവൻ മാപ്പിൽ അടയാളപ്പെടുത്തിയപ്പോൾ അങ്ങനൊരു പൊക്കപ്പുറം ഇല്ലായിരുന്നു. ആ മാപ്പിൽ അങ്ങനൊരു മല ഇല്ലായിരുന്നു. ഇപ്പൊ അവനാണെങ്കിൽ ഒരുപാടധികം നിരാശനാവുന്നുണ്ട്. കാരണം ഈ പെൺകുട്ടിയെ വലിച്ചുകൊണ്ട് എങ്ങനെ ഇത്രയും പൊക്കത്തിൽ കയറിപ്പോവും, അവനെ കൊണ്ട് കഴിയുമെന്ന് പോലും അറിയത്തില്ല. എന്തായാലും ഇപ്പൊ അവൻ തൽക്കാലത്തേക്ക് ആ മലയുടെ, അതായത് ആ ചെറിയ പാറയുടെ മുകളിലോട്ട് അങ്ങനെ കയറി പോകുന്നുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ ചുറ്റും മഞ്ഞ് മാത്രമാണ് അവന് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ നിന്നും ഒരുപാടധികം യാത്ര ചെയ്താൽ മാത്രമേ ആ പട്ടാള ക്യാമ്പിൽ എത്താനായിട്ട് പറ്റൂ. ഇപ്പൊ അവനാണെങ്കിൽ അവൻ കൊണ്ടുവന്ന സാധനങ്ങൾ കയറിൽ കെട്ടി മുകളിലോട്ട് വലിച്ചു കയറ്റുന്നുണ്ട്. അതിനുശേഷം ആ പെൺകുട്ടീനെ വലിച്ചു കയറ്റാനായിട്ട് നോക്കുകയാണ്. അവൾ ആ ചെറിയ വണ്ടിയിൽ കിടത്തിയേക്കുമല്ലേ, അതോടെ അവളെ വലിച്ചു മുകളിലോട്ട് കയറ്റാനായിട്ട് നോക്കും. എന്നാൽ അവളെ വലിച്ചിട്ട് അവനെ കൊണ്ട് കഴിയുന്നില്ല. കുറച്ചു ദൂരം വലിക്കുമെങ്കിലും പിന്നീട് അവന് കഴിയാത്തത് കൊണ്ട് തന്നെ അവൻ കയറ് വിടുമ്പോ, വേണമെന്ന് വെച്ച് വിടുന്നതല്ല, അവനെ കൊണ്ട് പറ്റാതാവുമ്പോ അതങ്ങ് വിട്ടുപോകുന്നതാണ്. ആ സമയം അവള് താഴോട്ട് ഞെരങ്ങിപ്പോവും. അങ്ങനെ അവൻ ഓരോ തവണയും ചെയ്തു നോക്കുകയാണ്. പക്ഷെ അവനെ കൊണ്ട് കഴിയുന്നില്ല. എന്നാലും അവൾക്കൊന്നും പറ്റുന്നില്ല. അവള് താഴോട്ട് തെറിച്ച് വീഴുന്നൊന്നുമില്ല, ഒരു സൈഡിൽ വന്ന് കുടുങ്ങി അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ എന്തായാലും നേരെ പോകാനായിട്ട് പറ്റത്തില്ല. വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. ആ പെൺകുട്ടിയെ വെറുതെ വിട്ടിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ മാപ്പ് എടുത്തിട്ട് വേറൊരു വഴി കണ്ടുപിടിക്കുകയാണ്. പക്ഷെ അത് കുറച്ചധികം ദൂരം പോകണം. അതായത് നേരെ പോകേണ്ടതിന് പകരം
അവൻ ചുറ്റി പോകേണ്ടി വരും. എന്തായാലും എവളെ രക്ഷിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ അതുവഴി പോകാന്ന് വിചാരിച്ചിട്ട് അവൻ അവന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ച് അവളുടെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയാണ്, ഞാൻ വേറെ നല്ല വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്, നിന്നെ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല, വായോ എന്ന് പറഞ്ഞിട്ട് ബോധമില്ലാത്ത അവളെ വലിച്ചെടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. അവൻ ഒറ്റയ്ക്കായതിനു ശേഷം ബോധമില്ലാത്ത അവളോട് ഒരുപാട് അധികം സംസാരിക്കുന്നുണ്ട്. എന്തായാലും വീണ്ടും ഒരുപാട് നേരെ യാത്ര ചെയ്യുന്നുണ്ട്. രാത്രിയാവുന്ന നേരത്ത് അവൻ ചെറിയൊരു ഗുഹ കണ്ടുപിടിക്കുന്നുണ്ട്. ഈ മഞ്ഞൊക്കെ വീണ് കിടക്കുന്നതിന്റെ ഇടയിൽ ചെറിയൊരു ഗുഹ. പക്ഷെ അതിനുള്ളിൽ കയറാനായിട്ട് പറ്റും. ആദ്യം തന്നെ അവൻ ആ പെൺകുട്ടീനെ അതിനുള്ളിലോട്ട് കയറ്റി വിടുകയാണ്. പിന്നീട് അവനും പിന്നാലെ കയറുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മഞ്ഞ് വെട്ടി ആ ഒരു കുഴിയിൽ ഇടുകയാണ്. അതായത് കയറി പോകുന്ന ചെറിയൊരു വാതിലില്ലേ, അതിനകത്ത് ഇടുന്നുണ്ട്. എന്തെങ്കിലും ജീവികൾ വന്ന് ആക്രമിച്ചാലോ, അല്ലെങ്കിൽ ഈ തണുപ്പ് അകത്തോട്ട് കയറുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ തണുപ്പ് അകത്തോട്ട് കയറാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അവൻ ആ കുഴിയിൽ കയറിയിട്ട് ഗ്യാസ് ഒക്കെ ഓണാക്കിയിട്ട് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ കുറച്ച് വെള്ളം ചൂടാക്കുന്നുണ്ട്. എന്നിട്ട് അവനും കഴിക്കുന്നുണ്ട്, ആ പെൺകുട്ടിക്കും കൊടുക്കുന്നുണ്ട്. പെൺകുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് അവൻ വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവൻ അങ്ങനെ ഇരിക്കുകയാണ്. ഇതൊരു ആ പെൺകുട്ടിക്ക് ബോധം വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന നേരത്തായിരിക്കും പെട്ടെന്ന് ഗ്യാസ് സ്റ്റൗ അങ്ങ് നിന്ന് പോകുന്നത്. അതായത് അതിന്റെ ഗ്യാസ് തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവൻ ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുമ്പോഴായിരിക്കും പുറത്തു നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ഇവൻ സംശയപ്പെട്ട് ആ ഒരു ദൂരത്തിന് നേരെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്നായിരിക്കും ആ ഒരു വെള്ളക്കരടിയില്ലേ, അത് ആ ഒരു ദൂരം എല്ലാം തകർത്തിട്ട് അകത്തോട്ട് കയറി വരാനായിട്ട് ശ്രമിക്കുന്നത്. ഇവൻ ആ കരടിക്ക് നേരെ ശബ്ദം ഉണ്ടാക്കി അതിനെ പേടിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയെങ്കിലൊക്കെ അകത്ത് കയറാനായിട്ട് നോക്കുകയാണ്. ഇപ്പോ അലക്സിന്റെ മുമ്പിൽ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, ആ കരടീനെ ഫ്ലെയർ ഗൺ കത്തിച്ച് പേടിപ്പിക്കുക. അവന്റെ ആകെ 2 ഫ്ലെയർ ഗൺ എന്തോ ഉള്ളൂ. അതിപ്പോ ആൾക്കാര് മുകളിലൂടെ പോകുമ്പോൾ അവരെ വിവരം അറിയിക്കാനായിട്ട് ഉപയോഗിക്കണ്ടേ. പക്ഷെ ഇപ്പൊ യാതൊരു മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഫ്ലെയർ ഗൺ കത്തിക്കാണ്. അത് കത്തിച്ച് ആ കരടിയുടെ നേരെ കാണിക്കുമ്പോൾ അത് ഈ തീ കണ്ട് പേടിച്ചിട്ട് അവിടെ ഓടിപ്പോവാണ്. അലക്സ് ആണെങ്കിൽ ഇതോടെ ആയപ്പോ അവിടെ തകർന്നിരുന്ന് പോവാണ്. ഒരു ഫ്ലെയർ അവൻ ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി ഒരെണ്ണം എന്തോ ബാക്കിയുള്ളൂ. അതിപ്പോ ആവശ്യ സമയത്ത് വർക്കായില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു പേടിയിൽ അവ ഇരിക്കുകയാണ്. കുറെ നേരം കഴിയുമ്പോൾ അവൻ ഓക്കെ ആവുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. പിറ്റേ ദിവസം ആവുമ്പോൾ തന്നെ അവളെ ആ ഒരു ഉന്തുവണ്ടിയിൽ കിടത്തിയിട്ട് അവൻ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരം പോകുമ്പോൾ വീണ്ടും നല്ല ശക്തമായിട്ട് തന്നെ മഞ്ഞുകാറ്റ് അടിക്കുന്നുണ്ട്. അവന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, അവളെ കിടത്തിയിരിക്കുന്ന ആ ഒരു ചെറിയ വണ്ടിയില്ലേ, അതിൽ നിന്ന് അവളെ താഴെ ഇറക്കി കിടത്തിയിട്ട് ആ ഒരു വണ്ടി അവിടെ കുത്തനെ വെക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ഇടയിൽ ഒരു കമ്പി ഇടിച്ചിറക്കുന്നുണ്ട്. കാറ്റടിക്കുമ്പോൾ ഈ വണ്ടി പറന്നു പോകാനായിട്ട് പാടില്ലല്ലോ. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ സൈഡിൽ കിടക്കുമ്പോൾ ഇവരുടെ നേരെ കാറ്റടിക്കത്തില്ല. ഇപ്പൊ അലക്സ് ആണെങ്കിൽ ആ ഒരു വണ്ടിയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ആ പെൺകുട്ടി കിടക്കുന്ന ചെറിയൊരു ബെഡ്ഷീറ്റ് പോലത്തെ സംഭവമുണ്ട്, ഒരു സിബുള്ള ബെഡ്ഷീറ്റ്. അതിനുള്ളിൽ കയറിയിട്ട് സിബ് ഇട്ട് അങ്ങനെ കിടക്കാണ്, ആ മഞ്ഞ് കാറ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കിടക്കുന്ന നേരത്ത് അവൾ ചെറുതായിട്ട് കണ്ണ് തുറക്കുന്നുണ്ട്. അവളെ നോക്കി അലക്സ് അങ്ങനെ കിടക്കാണ്. ഈ ഒരു തണുപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ ഒരാൾ കൂടെ ഉണ്ട്, പക്ഷെ ബോധമൊന്നുമില്ല, ഉള്ളതാവട്ടെ എന്ന് വിചാരിച്ച് അവളെ നോക്കി അങ്ങനെ കിടക്കാണ് അവൻ. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോൾ വീണ്ടും മഞ്ഞ് കാറ്റൊക്കെ നിൽക്കുകയാണ്. അവ സിബ് തുറന്ന് നോക്കുമ്പോൾ മഞ്ഞൊക്കെ നിന്നിട്ടുണ്ട്. പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ആ പെൺകുട്ടിനെ വീണ്ടും ആ വണ്ടിയിൽ കിടത്തിയിട്ട് അവൻ വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. ഒരുപാട് ദൂരം പോകുന്നുണ്ട്. അങ്ങനെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ട് അവൻ അവിടെ ഇരിക്കുകയാണ്. കൂടെ തന്നെ ആ പെൺകുട്ടിയുണ്ട്. അതുപോലെ സമയം ഒരുപാട് വൈകിട്ടുണ്ട്. അപ്പൊ അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, അവന്റെ ഒരു കോട്ട് ഉണ്ടായിരുന്നു, അതായത് എക്സ്ട്രാ ഉള്ള ഒരു കോട്ടാണ്. അവൻ അതെടുത്ത് കത്തിക്കാനായിട്ട് തുടങ്ങും. ആ ലൈറ്റർ വെച്ച് കത്തിക്കാനായിട്ട് തുടങ്ങും. തണുപ്പ് താങ്ങാൻ വയ്യാതെയാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് ആ തീയും കഴിഞ്ഞ് അവൻ അങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ആ പെൺകുട്ടിക്ക് അവൻ വെള്ളം കൊടുക്കുന്നുണ്ട്. വെള്ളം കൊടുക്കുന്ന നേരത്ത് അവൾക്ക് അനക്കമൊന്നുമില്ല. അതുപോലെ തന്നെ അവളുടെ വായിൽ നിന്ന് ചെറിയ രീതിയിൽ രക്തം പൊടിയുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവനാണെങ്കിൽ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് അവളോട് കയ്യിൽ അമർത്താനായിട്ട് പറയാണ്. പക്ഷേ അവൾ അനങ്ങുന്നില്ല. അലക്സ് എന്താ വിചാരിക്കുക, അവള് മരണപ്പെട്ടു പോയെന്നാണ്. ഇത് കണ്ട് അവൻ ഒരുപാട് സങ്കടമാവുന്നുണ്ട്. ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ലല്ലോ. എന്തായാലും അവനാണെങ്കിൽ അവളെ സിബിട്ട് വെക്കുന്നുണ്ട്, ആ ഒരു തുണിയിൽ സിബിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ അവളെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് അവന്റെ സാധനങ്ങളും എടുത്ത് നടന്നു പോകാനായിട്ട് തുടങ്ങും. കുറച്ച് ദൂരം അങ്ങോട്ട് പോകുമ്പോൾ സൈഡിലായിട്ട് എന്തോ ഒരു കല്ല് അവൻ കാണുന്നുണ്ട്. ആരെയോ കുഴിച്ചിട്ടിട്ട് അതിന് മേലെ കല്ല് വെച്ചതുപോലെ. അതുമല്ല, അതിന്റെ മുകളിലായിട്ട് ഇപ്പൊ ആരോ കൊണ്ടുവച്ചതുപോലെ പൂവുണ്ട്. അതായത് ഒരു പൂ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അവൻ എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്, ആരെങ്കിലും തൊട്ടടുത്തുണ്ടെങ്കിലോ. ചിലപ്പോൾ അവന്റെ തോന്നലാണെന്ന് വിചാരിച്ചിട്ട് അവൻ മുമ്പോട്ട് നടക്കും. പക്ഷെ പെട്ടെന്നായിരിക്കും അവൻ നിന്ന സ്ഥലം തകർന്നിട്ട് അവൻ താഴെ ചെന്ന് വീഴുന്നത്. അതായത് താഴെ എന്തോ കുഴിയോ മറ്റോ ആയിരുന്നു, അതിനകത്ത് ചെന്ന് വീഴുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവന് ബോധം വരുന്നത്. എന്നാൽ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവൻ അവിടെ നിന്ന് എണീക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം അവന്റെ കാലാണെങ്കിൽ ഒരു പാറയുടെ ഇടയിൽ കുടുങ്ങിയിരിക്കുകയാണ്. അത് വലിച്ചൂരാനായിട്ട് നോക്കുമ്പോൾ അവന് നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട്. പക്ഷെ അവൻ വീണ്ടും ശ്രമിക്കും. ഒരുപാട് നേരം വലിച്ചൂരാനായിട്ട് ശ്രമിക്കും. അത്രയധികം വേദന സഹിച്ചിട്ട് അവൻ എങ്ങനെയൊക്കെ അത് വലിച്ചൂരാണ്. ആ വലിച്ചൂരുന്ന നേരത്ത് അവന്റെ കാൽ ആ പാറയുടെ ഇടയിൽ കുടുങ്ങിയിട്ട് അത് മുറിയുന്നുണ്ട്. ഒരുപാട് രക്തം പോകുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ആ ഗുഹയിലൂടെ വയ്യാത്ത കാല് വെച്ച് നടക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ നടന്ന് ഒരു സൈഡിൽ വരുമ്പോൾ പുറത്തോട്ട് പോകാനുള്ള വഴി അവൻ കാണുകയാണ്. ചെറിയൊരു ദൂരം പോലെ അതുവഴി അവൻ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് അവൻ അതുവഴി നടന്ന് ആ പെൺകുട്ടിയുടെ അടുത്ത് വരികയാണ്. ആ പെൺകുട്ടീനെ അവൻ എവിടാണോ കൊണ്ട് വെച്ചിരുന്നത് അവിടെ ചെല്ലുകയാണ്. അവനൊട്ടും നടക്കാനൊന്നും വയ്യ, എങ്ങനെയൊക്കെ ഉന്തിയാണ് നടക്കുന്നത്. ഇപ്പൊ അവൻ ചെന്നിട്ട് ആ പെൺകുട്ടിയുടെ ബാഗ്
തുറന്നു നോക്കാണ്. അതായത് അവളെ മൂടി വെച്ചിരുന്ന ബെഡ്ഷീറ്റ് ഇല്ലേ അത് തുറന്നു നോക്കാണ്. തുറന്നു നോക്കുമ്പോൾ അവള് കണ്ണ് തുറന്നിട്ടുണ്ട്. അവള് മരണപ്പെട്ടിട്ടില്ല. ഇത് കണ്ടിട്ട് അലക്സിന് സന്തോഷമാവുന്നുണ്ട്. അപ്പൊ അവളൊരു ഹലോ പറയും. അലക്സും തിരിച്ച് ഹലോ പറയും. എന്നിട്ട് അലക്സ് ആണെങ്കിൽ അവളുടെ കൈ പിടിച്ചിട്ടിരുന്ന് കരയാനായിട്ട് തുടങ്ങാണ്. ഈ ജീവനുള്ള പെൺകുട്ടീനെ കളഞ്ഞിട്ടല്ലേ അവൻ ഇവിടുന്ന് പോകാനായിട്ട് പോയത്. ഇപ്പൊ ആ കുഴിയിൽ വീണില്ലായിരുന്നെങ്കിൽ അവൻ അറിയത്ത് പോലുമില്ല. അവളെ കളഞ്ഞിട്ട് അവൻ ഇവിടെ നിന്ന് പോവേണ്ടി വന്നേനെ. അവൻ അത് കാരണം അവളോട് ക്ഷമ പറഞ്ഞവൻ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. പിന്നീട് അവനാണെങ്കിൽ ഒരു സൈഡിലോട്ട് മാറിയിരുന്നിട്ട് അവന്റെ മുറിവ് പരിശോധിച്ച് നോക്കാണ്. അത് അത്യാവശ്യം വലിയ മുറിവാണ്. അതിൽ നിന്ന് കുറച്ചധികം ചോര പോകുന്നുണ്ട്. ഇപ്പൊ അവനാണെങ്കിൽ താഴെ നിന്ന് കുറച്ച് മഞ്ഞ് വാരിയിട്ട് അവന്റെ മുറിവിൽ വെക്കുകയാണ്. എന്നിട്ട് അത് കെട്ടി വെക്കുന്നുണ്ട്. നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട്. നടക്കാനൊക്കെ ഒരുപാട് പാടാണ്. പക്ഷെ കെട്ടി വെച്ചതിന് ശേഷം വീണ്ടും അവൾ ആ ഉന്ത് വണ്ടിയിൽ കിടത്തിയിട്ട് വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. എങ്ങനെയെങ്കിലും ആ പട്ടാള ക്യാമ്പിൽ എത്തിച്ചേരണം. അതാണ് നമ്മുടെ അലക്സിന്റെ ലക്ഷ്യം. അങ്ങനെ എത്തിച്ചേരുവാണെങ്കിൽ അവരവരെ രക്ഷിച്ചോളും. അങ്ങനെ വീണ്ടും അലക്സ് അവളെയും വലിച്ചുകൊണ്ട് യാത്ര ചെയ്യാണ്. കുറെ ദൂരം പോകുമ്പോൾ അവൻ ഒരു സൈഡിൽ വണ്ടി നിർത്തിയിട്ട്, അതായത് നടക്കുന്നത് നിർത്തിയിട്ട് അവൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. പക്ഷെ വെള്ളം തീർന്നു പോയി. അതുകൊണ്ട് തന്നെ കുറച്ചധികം മഞ്ഞെടുത്തിട്ട് അവൻ ആ കുപ്പിയിൽ നിറച്ചു വെക്കുകയാണ്. അത് അലിഞ്ഞിട്ട് വെള്ളമായിട്ട് മാറും. പിന്നെ വെള്ളം കിട്ടാനായിട്ട് വേറെ മാർഗമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉള്ളൂ മാർഗം. എന്തായാലും വീണ്ടും അവളെയും വലിച്ചുകൊണ്ട് അവൻ യാത്ര ചെയ്യാണ്. അങ്ങനെ ഒരുപാട് ദൂരം പോകുമ്പോൾ ചെറിയൊരു പൊക്കപ്പുറം വന്നിട്ടുണ്ട്. ഒരു തേരി പോലെ. അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് അവളെയും വലിച്ച് മുകളിലോട്ട് പോവാണ്. എന്നാൽ അവനെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഒരു സൈഡിൽ സുരക്ഷിതമായിട്ട് ആ വണ്ടിയിൽ വെച്ചിട്ട് അവൻ മുകളിലോട്ട് വലിഞ്ഞു കയറി ചെല്ലും. ആ ഒരു ചെറിയ തേരിപ്പുറം ഇല്ലേ അതിന്റെ മുകളിലോട്ട് കയറി ചെല്ലും. അവിടെ കയറി ചെന്ന് നോക്കുമ്പോൾ ഒരു ഹെലികോപ്റ്റർ ആണെങ്കിൽ ആ സൈഡ് വഴി പോകുന്നുണ്ട്. പക്ഷെ ഹെലികോപ്റ്ററിലുള്ള ആൾക്കാർക്ക് നമ്മുടെ അലക്സിനെ കാണാനൊന്നും പറ്റത്തില്ല. എന്തായാലും ആ ഹെലികോപ്റ്റർ ഒരു സൈഡിൽ ലാൻഡ് ചെയ്യുന്നതായിട്ട് അലക്സ് കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അലക്സ് ആണെങ്കിൽ എങ്ങനെയൊക്കെ ഞെരങ്ങി താഴെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ പെൺകുട്ടീനെയും വലിച്ചെടുത്ത്, അതായത് തള്ളിക്കൊണ്ടാണ് പോകുന്നത്. ആ തേരി എങ്ങനെയൊക്കെ ഒരുപാടധികം കഷ്ടപ്പെട്ട് മുകളിൽ കൊണ്ടുവരുന്നുണ്ട് ആ പെൺകുട്ടീനെ. എന്നിട്ട് അലക്സ് ആണെങ്കിൽ അവിടെ നിന്ന് നിലവിളിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ അവരാരും കേൾക്കുന്നില്ല. അപ്പോഴായിരിക്കും അലക്സിന്റെ ഒരു ഫ്ലെയർ ഉള്ള കാര്യം അവ ഓർക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ കോട്ടിൽ നിന്നൊരു ഫ്ലെയർ എടുക്കുന്നുണ്ട്. അത് കത്തിച്ച് വീശി കാണിക്കുകയാണ്. അതായത് ദൂരമുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അവരാരും കണ്ടില്ല. അതുകൊണ്ട് തന്നെ അലക്സ് ആ ഫ്ലെയർ താഴെ ഇട്ടിട്ട് അവന്റെ കോട്ട് ഊരുന്നുണ്ട്. ആ കോട്ട് ഊരിയിട്ട് അതിനെ കത്തിക്കുകയാണ് ആ ഫ്ലെയർ വെച്ച്. എന്നിട്ട് അവന്റെ ഉള്ള ഒരു കമ്പി വെച്ചിട്ട് ആ ഒരു കോട്ടിനെ കുത്തിയെടുത്ത് ഇങ്ങനെ വീശി കാണിക്കും. പക്ഷേ ഇപ്പോഴും ആ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്ന ആൾക്കാർ അത് കണ്ടിട്ടില്ല. അവരാണെങ്കിൽ ആ ഹെലികോപ്റ്റർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ഇതോടാകുമ്പോൾ നമ്മുടെ അലക്സിന്റെ പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ടു. അവനാണെങ്കിൽ ആകെ തകർന്ന് വിഷമിച്ച് അവിടെ ഇരുന്ന് പോവാണ്. പക്ഷേ അവനാണെങ്കിൽ ആ പെൺകുട്ടീനെ കയ്യിലെടുക്കുന്നുണ്ട്. എന്നിട്ട് അവളെ പൊക്കി പിടിച്ചിട്ട് നിങ്ങൾ എന്നെ രക്ഷിക്കണ്ട, പകരം ഇവളെങ്കിലും രക്ഷിക്കെന്ന് പറഞ്ഞിട്ട് നിലവിളിച്ച് പറയാണ്. പക്ഷെ ആര് കേൾക്കാൻ. അവസാനം അവൻ ക്ഷീണിച്ചിട്ട് താഴെ കിടക്കുകയാണ്. അതുപോലെ തന്നെ ആ പെൺകുട്ടിയും സൈഡിലായിട്ടുണ്ട്. രണ്ടുപേർക്കും നല്ല ബോധമൊന്നുമില്ല. അവൻ ആ പെൺകുട്ടിയുടെ കൈകൾ പിടിച്ചിട്ട് അവളോട് ക്ഷമ പറയുന്നുണ്ട്. എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, നിന്നെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല, നിന്റെ ഹസ്ബൻഡിനെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല, നിങ്ങൾക്ക് വേണ്ടി ഒരു കുട്ടി വീട്ടിൽ വെയിറ്റിംഗ് ആണ്, ഞാനിപ്പോ എന്താ ചെയ്യാ, ഞാൻ ഒരുപാടധികം തളർന്നു പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് വിഷമിക്കുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടിയുടെ കൈയും പിടിച്ച് അങ്ങനെ കിടക്കും. അങ്ങനെ കിടക്കുന്ന നേരത്ത് ഇവരുടെ പിന്നിലൂടെ ഒരു ഹെലികോപ്റ്റർ വന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഇവരെ രക്ഷിക്കാനായിട്ട് വന്ന ആൾക്കാരാണത്. എന്തായാലും ഇവരിവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവും, ഇവര് സർവൈവ് ചെയ്യുമെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.